എനിക്കിതുപോലെ ഒരു ഒത്തിരി പേരെ ഒരുമിച്ച് കാണുമ്പോൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെ അങ്ങനെ നടനായി. അഭിനയിക്കുമ്പോൾ എല്ലാം മറന്നുപോയെങ്കിലും ഒരുമിച്ച് ഈ മൈക്കും ആടും ഒക്കെ കാണുമ്പോഴത്തേക്ക് പറയാൻ വിചാരിച്ച് തയ്യാറെടുത്ത് വരുന്നതൊക്കെ മറന്നുപോകും. അങ്ങനെ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. നടനാക്കിയത് പുസ്തകങ്ങളാണ്, വായനശാലയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഓടിയെത്താനും കൂടെ കൂടാനുമുള്ള ഒരു ആവേശം, ആഗ്രഹവും ഒക്കെ. ഇവിടെ ശിവദാസ സാർ വിളിച്ചപ്പോൾ ഈ വായനശാലയുടെ പ്രത്യേകതയും ഇവിടുത്തെ കൂടുതൽ വായനശാലകളുള്ള സ്ഥലമാണെന്നൊക്കെ അറിയാമെങ്കിലും അത് വളരെ അതിശയിച്ചു പോകുന്ന രീതിയിൽ ഓരോ സ്ഥലത്തും അങ്ങനെ വായനശാലകൾ വ്യാപിപ്പിക്കുക എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയവും കൊതിയും ഒക്കെയായി. പിന്നെ പത്മനാഭൻ സാറാണ് അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്ന് കൂടെ കേട്ടപ്പോൾ വലിയ ആവേശമായി. അങ്ങനെ ഓടി വന്നതാണ്. എന്ന് വെച്ച് അതിന് ഉയർന്ന രീതിയിലൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. അതിന് എൻ്റെ അടുത്ത് പുറക്കണം. എനിക്ക് ഈ പുസ്തകങ്ങൾ തന്ന ഒരു അറിവ് വെച്ചാണ് ഞാൻ ഈ ലോകം കാണുന്നതും സിനിമയിൽ ഇത്രയും നിറമുള്ള സിനിമയിൽ വന്ന് അവരോട് കൂട്ടുകൂടുന്നതും നിൽക്കാൻ കഴിഞ്ഞതൊക്കെ എനിക്ക് എൻ്റെ നാട്ടിലെ വായനശാലകളായിരുന്നു. അത് ഞാൻ വളരുന്നതനുസരിച്ച് വായനശാലകൾ വളർന്നില്ല, അത് തളർന്നു തുടങ്ങി. അതെൻ്റെ ഒരു വലിയ ദുഃഖമായിരുന്നു. ഒരു കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് വായനശാലകളും ആർട്സ് ക്ലബ്ബുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഇന്നത്തെ പോലെ എല്ലാവരെയും കാശൊന്നുമില്ല. അന്ന് വലിയ ദാരിദ്ര്യമാണ്. പത്രം തന്നെ വരുന്ന വീട്ടിൽ വലിയ തള്ളലായിരിക്കും. പോയി ഇത്തിരി ആൾക്കൂട്ടായിരിക്കും പത്രം വാങ്ങിച്ച് അവരെ വായിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ അടുത്ത ആള് അങ്ങനെ. അപ്പോൾ വായനശാലയിൽ പോയാണ് പലരും പത്രം തന്നെ വായിക്കുന്നത്. അങ്ങനെ ഒരു കാലത്തായിരുന്നു നമ്മൾ വായനശാലയെ ആശ്രയിച്ചിരുന്നത്. അതങ്ങ് നിന്നു പോകുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ വളർന്ന് ഒരുപാട് പുരോഗമനമൊക്കെ വരുന്നു പറയുന്നു എങ്കിലും അതിന് മനുഷ്യന്റെ സ്വഭാവത്തിനുണ്ടാകുന്നൊരു മൂല്യച്യുതി ഈ വായനശാല നിന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഒരു കുഞ്ഞു പ്രായം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ കിട്ടുന്ന അവധി സമയങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റുന്ന ഇടം വായനശാലയാണ്. അവിടെ ഇപ്പോൾ 5-6 പേരുണ്ടാവും. എല്ലാവരും വളരെ അവരവരുടെ ഒരു ലോകത്തേക്കാണ്. ഓരോ ബുക്കിലോ പത്രത്തിലോ ഒക്കെ നോക്കി എത്ര സുഖമായിട്ട് അവർ എന്തോ ഒരു സുഖം സ്വപ്നം കാണുന്നത് പോലെയാണ്. ഞാൻ വായിക്കുന്നതിന് മുമ്പ് വായിക്കുന്നവരെ മുഖത്ത് നോക്കി വായിക്കുകയായിരുന്നു. കാരണം അവർ എന്തൊക്കെ വികാരങ്ങളാണ്. ചിലരിങ്ങനെ കണ്ണു മുഖത്തായിരിക്കും, ചിലർ വായിച്ചിട്ട് കുറേ നേരം വളർന്നു നോക്കിയിരിക്കും, ചിലരുടെ മുഖത്ത് ഇങ്ങനെ പല പല റിയാക്ഷനൊക്കെ കാണും. ചിലർ ചിരിക്കും, ചിലപ്പോൾ ചുമ്മാ കണ്ണിറക്കും. ഇങ്ങനെ അഭിനയവും പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പത്രം 6-7 പേരുടെ എന്തൊരു നിശബ്ദതയാണ്. അപ്പോൾ എനിക്കിത്തിരി സങ്കടം ഉണ്ടെങ്കിലും ചെന്നിരിക്കാൻ പറ്റിയ സ്ഥലം വായനശാലയാണ്. ബുക്കുകൾ കാണണമെങ്കിലും ചെന്നിരിക്കാൻ പറ്റിയ വായനശാലയാണ്. അപ്പോൾ അത്രയും സുഖമുള്ളൊരു സ്ഥലം. ഞാൻ ചിലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകും, ഒരുപാട് സങ്കടമൊക്കെ തോന്നുന്നു പറയാം. അപ്പോൾ മാത്രമേ ദൈവത്തിന് ഓർക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ദൈവത്തിന് ഓർക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒതുങ്ങി വിഷമം പറയാനോ മനസ്സ് നേരെയാവാനോ ഇരിക്കുന്നവരുടെ വായനശാലയാണ്. ആ ഇരിപ്പിൽ നിന്നും മുഖത്തുള്ള റിയാക്ഷൻ കണ്ടാണ് വായന തുടങ്ങിയത്. അപ്പോൾ വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയത് കൂടുതൽ പ്രചോദനം അഭിനയിക്കാൻ തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, കഥാപാത്രങ്ങൾ. അപ്പം പിന്നെ നാടകമായി കുഞ്ഞു സിനിമയിൽ വസ്ത്രാലങ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് തല കാണിക്കാൻ അത് മാറ്റി നിർത്താൻ പറ്റാത്ത അവരുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെ ചേർന്ന് പോയപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പഠിക്കണമെങ്കിൽ ഇതേപോലെ സാറിനെ പോലുള്ള പുസ്തകം വായിക്കുക, അതൊന്ന് നല്ല മുന്തിയ ഒരു കഥാപാത്രത്തിനെ ഇങ്ങനെ അടിച്ചു മാറ്റുക, എന്നിട്ട് അതായിട്ട് അഭിനയിക്കുക. അപ്പം എൻ്റെ കോലം ഇതായതുകൊണ്ട് ആർക്കും അറിയത്തില്ല ഞാൻ ഏതൊക്കെ കഥാപാത്രങ്ങൾ ആരെയെല്ലാം. എനിക്ക് തോന്നുന്നു ചില പടത്തിലൊക്കെ മമ്മൂട്ടി മോഹൻലാലൊക്കെ വെച്ച് MD-യുടെയും സാറിൻ്റെയൊക്കെ ചില കഥാപാത്രങ്ങൾ അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാൻ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നെ ഇപ്പോഴും നിലനിർത്തി പോയത് അത് തന്നെയാണ്. നീ ഗംഭീരമായിട്ടുണ്ടടാ, നീ എവിടെന്നടാ ഇങ്ങനെ പഠിച്ചത് എന്നൊക്കെ ഓരോരുത്തർ കൂടുതലോട് ചോദിക്കുമ്പം എൻ്റെ ഉള്ളിലൊരു കള്ളനിരുന്ന് ചിരിക്കും. അതെനിക്ക് പുസ്തകങ്ങൾ തന്നതാണ്, അത് തന്ന ധൈര്യമാണ്. അപ്പം പുസ്തകത്തിൻ്റെ ഒരു
ഒരു ഒരു ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കഥയുണ്ടേ, അതൊരു വിദേശ കഥയാണ്. ഒരു അപ്പൂപ്പൻ ഒരു ഒറ്റയ്ക്ക്, അയാളുടെ മക്കളും കുടുംബവും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല കാലം. അയാളുടെ നല്ല കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അയാളൊരു ആയുസിന്റെ വലിപ്പം കൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. മക്കളില്ലാതായി, ബന്ധുക്കളില്ലാതായി, അങ്ങനെ ഒറ്റയ്ക്ക് അയാൾ ഒരു വീട്ടിൽ കഴിയുകയാണ്. എപ്പോഴെങ്കിലും ഉണർന്നാലായി. അദ്ദേഹത്തിന്റെ ഒരു ഒറ്റപ്പെടൽ കാരണം ശരിക്കും സൂര്യപ്രകാശം പോലും വന്നു കയറിയാൽ അദ്ദേഹത്തിന് ഉണരേണ്ടതില്ല എന്നുള്ള തോന്നലെല്ലാം അങ്ങനെ മടിച്ച് ശിഷ്ടകാലം ജീവിച്ചു പോകണം. ഒരു പ്രതീക്ഷയില്ല, ആരും അന്വേഷിക്കാനില്ല. തോന്നുമ്പോൾ ഉണരുക, വെറുതെ ഉറങ്ങിയാലും കിടക്കുക, എപ്പോഴെങ്കിലും ഉണരുക, അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കാലത്ത് അപ്പൊ ആരോ പറഞ്ഞ് ഈ വൃദ്ധന്റെ വീട്ടിലൊരു നിധിയുണ്ട്, അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടിയിലാണ് നിധി സൂക്ഷിച്ചിരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞെങ്കിൽ രണ്ട് കള്ളന്മാര് ആ വീട്ടിൽ വന്ന് ഇയാള് ഏതോ സമയത്ത് ഇയാൾ ഉറങ്ങിക്കിടന്നപ്പോൾ അയാളുടെ കട്ടിലിന്റെ അടിയിൽ പരന്നു. അപ്പൊ ആകെ ഉണ്ടായിരുന്ന ഒരു പഴയ തോൽപ്പെട്ടിയാണ്. ഈ കള്ളന്മാരാ തോൽപ്പെട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയി. അവർ പോയി ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അതിൽ വളരെ പിന്നിപ്പോയ കുറേ കത്തുകൾ, അക്ഷരങ്ങളൊക്കെ മാഞ്ഞതും പേപ്പർ നിറം മാറിയതും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാൽ അത് നിവർത്തി വെച്ച് വായിക്കാൻ തന്നെ പറ്റും. അങ്ങനെയുള്ള കുറെ കത്തുകളാണ്. അപ്പോൾ ഈ കള്ളന്മാർക്ക് ഭയങ്കര ദേഷ്യമായി. നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ലോ ആരെങ്കിലും, ഈ കിളവൻ എന്തിനാ ഇതും സൂക്ഷിച്ചറിയണം, എന്നാൽ കിളവന് ഒരു പണി കൊടുക്കാം എന്നൊരു കള്ളൻ തീരുമാനിച്ചിട്ട് അതിൽ ഒരു കത്തെടുത്ത് വളരെ വളരെ മനോഹരമായ ഒരു കവറിലാക്കി, നല്ല ചന്തമുള്ള ഒരു കവറിൽ ഈ കത്തിനെ ആക്കി ഒരു കത്ത് പോസ്റ്റ് ചെയ്യും ഇയാളുടെ അഡ്രസ്സിൽ. വൃദ്ധൻ ഒരു പ്രഭാതവും കഴിഞ്ഞ് അതുകൊണ്ട് ഉച്ചയൊക്കെ ആവുമ്പോഴാണ് എപ്പോഴോ ഉണർന്നിട്ട് അദ്ദേഹം പുറത്തു നോക്കുമ്പോൾ ഒരു കത്ത് കിടക്കുന്നു. വളരെ ചന്തം മനോഹരമായൊരു കത്ത്. അദ്ദേഹം അതെടുത്ത് ആര് വരാനാ, എനിക്കെങ്ങോട്ട് കത്ത് വരാനാ, എനിക്ക് ആരാ ഉള്ളത്, അന്വേഷിക്കാൻ ആരും ഇല്ലാത്ത, എന്നിട്ട് അയാൾ അത് പൊട്ടിച്ച് വായിക്കുമ്പോൾ അയാളുടെ ചെറുപ്പത്തിൽ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കത്ത്, കൂട്ടുകാരി അയച്ച കത്താണ്. അപ്പൊ അത് ഇത്രയും കാലമായിട്ട് അയാൾ സൂക്ഷിച്ച് വീട്ടിൽ അച്ഛനോ അമ്മയൊക്കെ അറിഞ്ഞാൽ തല്ല് കിട്ടുന്ന അങ്ങനെ സൂക്ഷിച്ച് കാലങ്ങളായിട്ട് ഓർത്ത് കൊണ്ടുവരുന്ന കത്ത. ഈ കള്ളന്മാര് ഇങ്ങനെ ഓരോ ദിവസം ഇതൊന്നും ഓരോ കത്തായിട്ട് ഈ വൃദ്ധൻ അയക്കാൻ തുടങ്ങി. അയാൾ ഈ കത്തിന് വേണ്ടി പിന്നെ കാത്തിരിക്കും. ഈ കത്തിൽ അവര് കടൽക്കരയുടെ നടന്നത്, വേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് യാത്രകളും അനുഭവങ്ങളും അയാളുടെ ജീവിതത്തിൽ അയാൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഈ കത്തിന് വേണ്ടി കാത്തിരിക്കും. പിന്നെ അങ്ങനക്ക് ഉറക്കമില്ല. അയാള് പ്രകൃതിയിലും സൂര്യനിലും ഒക്കെ പുതിയ നിറം കാണാൻ തുടങ്ങി. അയാൾക്ക് ജീവിക്കണം, ഇനി ഒരുപാട് ജീവിക്കണമെന്ന് തോന്നാൻ ഈ കത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ കത്ത് നമ്മൾ ഒരുപാട് സ്വപ്നം കാണാനും നമ്മളെ ജീവിക്കാനും ഒക്കെ പ്രേരിപ്പിക്കും. നമുക്ക് ആരുമില്ല, ബന്ധുക്കളില്ല, നമുക്ക് അന്വേഷിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയൊക്കെ അകറ്റിക്കളയുന്നത് നമുക്ക് ചില പുസ്തകങ്ങളാണ് തരും. അപ്പൊ ഈ ഓരോ കത്തും ഞാൻ കരുതുന്നത് ഓരോ കത്തും ഓരോ പുസ്തകങ്ങളാണ്. ഇന്ന് നമ്മൾ കാത്തിരുന്ന് വായിക്കുന്ന ഓരോ പുസ്തകങ്ങളാണ്. ആ കള്ളന്മാര് നമ്മുടെ കഥാകാരന്മാരും എഴുത്തുകാരന്മാരും അവർ നമ്മുടെ തന്നെ ജീവിതത്തിലെ നമ്മൾ തന്നെ അനുഭവിച്ചു പോയ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ കഥകളെ പുതിയ കാലത്തിന്റെ രീതിയിലേക്ക് അടയാളപ്പെടുത്തി നമുക്ക് ഇപ്പോഴും പുതിയ പുസ്തകങ്ങൾ ഈ കള്ളന്മാർ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ കത്തായിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പ്രചോദനം ഇതുപോലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? അതാണ് ഇന്ന് ബഷീർ നമ്മുടെ സുൽത്താന്റെ വായനാ ദിനമാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത്. അപ്പൊ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുസ്തകങ്ങൾ ഒരുപാട് വായിക്കപ്പെടുന്നത് ഈ അടുത്ത് ഒരു കൂട്ടുകാരൻ പറയുന്നു, ജയിലുകളിലാണ് കൂടുതൽ പുസ്തകങ്ങൾ ഇന്ന് വായിക്കപ്പെടുന്നത് ജയിലുകളിലാണ്. അപ്പൊ അത്രയും പുസ്തകങ്ങൾ അവിടെ തടവിൽ കഴിയുന്നവർ വായിക്കുന്നുണ്ട്. അവർക്ക് വേറെ സ്വപ്നങ്ങളില്ല, അവർ പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. അവരുടെ ശരീരം മാത്രം അവിടെ വെച്ചിട്ട് അവർ ഈ പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ഏത് രാജ്യത്തും ഏത് സ്ഥലത്തും അവർക്ക് സഞ്ചരിക്കാൻ ഈ പുസ്തകങ്ങളിലൂടെ സ്വപ്നം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അവരുടെ കൂടുതലും പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പോലും കണ്ണൂർ ഈ പ്രദേശത്താണ് കൂടുതൽ വായനശാലകൾ ഉണ്ടെന്ന് അറിയാം.
പക്ഷെ അത് കൂടുതൽ വ്യാപിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഒരു പക്ഷേ അറിയും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിയുന്നതും വായിക്കപ്പെടുന്നതും കണ്ണൂരാണെന്ന്. അങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കൂടുതൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ തുടക്കത്തിലേ കൂട്ടിച്ചേർന്നത്. അതൊരുപാട് വളരട്ടെ, വ്യാപിക്കട്ടെ, വളരട്ടെ. നല്ല നല്ല പുസ്തകങ്ങൾ അടങ്ങണം, എനിക്ക് വായിക്കാൻ കഴിയണം, എനിക്ക് നല്ല സിനിമ ചെയ്യണം, നല്ല കഥാപാത്രം ചെയ്യണം. എൻ്റെ ഈ പൊരുത്തപ്പെടാത്ത ശരീരത്തിൽ നിന്ന് എൻ്റെ മനസ്സിന് കുറെ വലിയ മസിലൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കി തരുന്ന എഴുത്തുകാരുടെ കൃതികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം എനിക്ക് വായിക്കാൻ കഴിയണം, എൻ്റെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് ഇവിടെ ഇങ്ങോട്ട് വരാൻ സാഹചര്യം തന്നെ നമ്മുടെ ശിവദാസ സാറിനും ബിനോയ് കുര്യനും അതുപോലെ ഇതിൻ്റെ ലൈബ്രറിയുടെ പ്രവർത്തകർക്കും എല്ലാം ഞാൻ എൻ്റെ പ്രത്യേക സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹിക്കുന്നു.